നന്നായി തിളങ്ങിയിരിക്കുന്ന പല്ലുകളിലും കേടുകൾ ഉണ്ടാവാം. വളരെ കോമൺ ആയിട്ടുള്ളതും എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള കേടുകളാണ് പല്ലിനിടയിൽ വരുന്ന കേടുകൾ, അതായത് ഇന്റർപ്രോക്സിമൽ കേരീസ്. നിങ്ങൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നവരായിരിക്കാം, എന്നാൽ പോലും ആ ചെയ്യുന്ന ബ്രഷിംഗ് പ്രോപ്പർ ആയില്ലെങ്കിൽ പല്ലുകളുടെ ഇടയിൽ ഇതുപോലുള്ള കേടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ട് പല്ലുകൾ കൂട്ടിച്ചേരുന്ന ഏരിയ, അതായത് പല്ലിൻ്റെ കോൺടാക്ട് പോയിന്റ്, ഇങ്ങനെയുള്ള ഏരിയയിൽ ബ്രഷിങ് ചെയ്യലും അതുപോലെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് പ്രോപ്പറായി വന്നില്ലെങ്കിൽ അവിടെ ഭക്ഷണം കുടുങ്ങിയിരിക്കാനും അതുപോലെ അവിടെ ബാക്ടീരിയ പ്രോളിഫറേറ്റ് ചെയ്ത് ആ പല്ലുകൾക്ക് കേട് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഇങ്ങനെ വരുന്ന കേടുകൾ ഇനീഷ്യലി തന്നെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് തൊട്ടടുത്തുള്ള പല്ലുകളെയും പെട്ടെന്ന് തന്നെ ബാധിക്കും. സോ ഇതുപോലുള്ള കേടുകൾ പലപ്പോഴും ഡോക്ടേഴ്സ് എക്സ്റേസിൻ്റെ ഹെൽപ്പോടെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഇനീഷ്യലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫ്ലൂറൈഡ് വാർണിഷ് പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്കത് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഫില്ലിംഗ് അല്ലെങ്കിൽ റൂട്ട് കനാൽ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്, ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലോസിങ് ചെയ്യുക. രണ്ടാമത്, ഇഫ് റിക്വയർഡ് ഇന്റർഡെന്റൽ ബ്രഷസ് യൂസ് ചെയ്യുക. മൂന്നാമത്, റെഗുലർ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്സ് ചെയ്യുക. അങ്ങനെയാവുമ്പം ഈ ഒരു കേട് നിങ്ങൾക്ക് ഇനീഷ്യലി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ മറ്റുള്ള പല്ലുകളെ ബാധിക്കാണ്ട് നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വഴി കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.